ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 14 ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അക്കാസേൻ്റെ അച്ഛനെയാണ്. എന്തിനാണ് എപ്പോഴും വീക്കായ ആളുകൾ എപ്പോഴും സോറി പറയുന്നത്? ഞാൻ ചുമച്ച് ശബ്ദമുണ്ടാക്കി പോയതിന് സോറി, എൻ്റെ ശരീരത്തിന് പറ്റിയ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിന് സോറി. അവർ അവരുടെ കാര്യങ്ങൾ ആരെയും ഏൽപ്പിക്കാറില്ല, അവർക്ക് അവരുടെ ചുമ നിലയ്ക്കുന്നില്ല, അവർക്ക് എപ്പോഴും നല്ല രീതിയിൽ ശ്വാസം വിടാനാണ് ആഗ്രഹം. ഇതുപോലെ തന്നെ ക്യൂയ്ക്കും അക്കാസേനോട് സോറി പറയാണ്. ഞാൻ കാരണമാണ് നിനക്ക് പുറത്തു പോകാൻ പറ്റാത്തത്. അതായത് ക്യൂക്കിക്ക് ഒരു വീക്ക് ബോഡിയാണ്, എപ്പോഴും അവൾക്ക് വെള്ളം കുടിക്കണം. അവൾ വെള്ളം കുടിക്കുമ്പോൾ അവൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ അതിനെ അവൻ ക്യാരി ചെയ്യണം അവളെ. ഞാൻ എൻ്റെ അച്ഛനെ ഇതുപോലെ തന്നെയാണ് നോക്കിയത്. എനിക്ക് പുറത്തു പോയി കളിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാറാണ് പതിവ്. നിനക്കറിയാമോ, ഇവിടെ ഫയർ വർക്ക്സ് നടക്കാറുണ്ട്, നമുക്ക് ഉറപ്പായിട്ടും അത് പോകണം. ഞാൻ നിന്നെ ഒരിക്കൽ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അവൾ കരയാണ്. എനിക്ക് അവളുടെ കരിഞ്ഞ മുഖം കാണാൻ സാധിക്കില്ല. അക്കാസയ്ക്ക് തോന്നുന്നത് അവളുടെ സിക്നസിലാണ് അവൾ കരയുന്നത് എന്നാണ്. അടുത്ത സീനിൽ നമ്മുടെ കൊയ്യൂക്കിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് പേരിൻ്റെ സിമിലാരിറ്റീസിനെ കുറിച്ചൊക്കെ. പിന്നെ അയാൾ പറയാണ്, എൻ്റെ മാസ്റ്റർ ഒരു സാമുറായി ഒന്നുമല്ലായിരുന്നു, പക്ഷെ അങ്ങേർക്ക് സ്വന്തമായി ഡോജയും സ്വന്തമായി സ്ഥലവും ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ അക്കാസനോട് കൊയ്യൂക്കിൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും എൻ്റെ മാസ്റ്റർ പുറത്തു പോയിരുമ്പോൾ ഒരു പാവപ്പെട്ട വൃദ്ധനെ കുറച്ച് ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ എൻ്റെ മാസ്റ്റർ അവരെയൊക്കെ അടിച്ചൊതുക്കി അവിടെ നിന്ന് ആ വൃദ്ധനെ രക്ഷിച്ചു. ആ വൃദ്ധൻ തൻ്റെ ഫൈറ്റിംഗ് സ്കില്ല് കണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഡോജയ്ക്ക് വേണ്ടി ഇഷ്ടദാനം നൽകിയതാണ്. ഇതേപോലെ തന്നെ ലാൻഡില്ലാത്ത ഡോജ പഠിപ്പിക്കുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിറിയോ ഡോജ പഠിപ്പിക്കുന്ന എൻ്റെ മാസ്റ്ററെ അവർ പരസ്പരം ഹറാസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് കാണുന്ന ഈ സ്ഥിതിയിലെത്തിയത്. അങ്ങനെ 3 വർഷം കടന്നുപോയിരിക്കുന്നു. ഹക്കോജിക്ക് ഇപ്പോൾ 18 വയസ്സും കൊയോഗിക്ക് ഇപ്പോൾ 16 വയസ്സുമായി. അവൾ പതിയെ അവളുടെ റിയൽ ലൈഫിലേക്ക് നടന്നു വരികയാണ്. അപ്പോഴാണ് ഒരിക്കൽ ഹക്കുജിനെ ക്യോക്കിൻ്റെ അച്ഛൻ വിളിക്കുന്നത്. ഹക്കുജി, നീ എൻ്റെ ഡോജോ നടത്തി വരുമോ? അതുപോലെ തന്നെ നീ എൻ്റെ മകളെ വിവാഹം കഴിക്കുമോ? ഇത് കേട്ടതും ഹക്കൂജിയൊക്കെ ഷോക്കായി പോവുകയാണ്. ഹക്കൂജി നേരെ ക്യോക്കിൻ്റെ മുഖത്തെ നോക്കുകയാണ്. അപ്പോൾ അവളാകെ ശയ്യാൻ നിൽക്കുകയാണ്. ഹക്കൂജി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ കൈമേൽ ക്രിമിനൽ മാർക്കുണ്ട്, ഞാൻ ഒരു പക്ക ക്രിമിനലാണ്. പക്ഷേ എനിക്ക് നല്ല ജീവിതത്തിലേ നടന്നു വരാൻ പറ്റുമോ? അതോ എൻ്റെ അച്ഛൻ പറഞ്ഞത് മാതിരി ഞാൻ നല്ലൊരാളെ തീരുമോ? ഞാൻ എല്ലാം മറന്ന് നല്ല രീതിയിൽ ജീവിക്കുമോ? എനിക്കിപ്പോൾ ബന്ധുക്കളായിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവൻ കൊടുത്തു അവരെ ഞാൻ സംരക്ഷിക്കും. ഞാൻ ഞാൻ എൻ്റെ ജീവൻ അവർക്ക് വേണ്ടി നൽകും. അങ്ങനെ അക്കാസ മനസ്സ് ചിന്തിക്കുകയാണ്, എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാം നടക്കുന്നു, ഞാൻ നല്ലൊരാളായി തീരും. എന്ത് വില കൊടുത്തു ഞാനിവരെ സംരക്ഷിക്കും. ഞാൻ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ഹക്കൂജി നേരെ അവൻ്റെ അച്ഛൻ്റെ കല്ലറ എടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ കാര്യം അവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഒരാൾ വന്ന് അവനോടൊരു കാര്യം പറയുകയാണ്. കീസോനെ നേരെ നിന്ന് തീർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ചിലർ അവരുടെ കിണറ്റിൽ വിഷം കലക്കി കീസോയെയും അദ്ദേഹത്തിൻ്റെ മകളെയും കൊന്നിരിക്കുന്നു. ഇത് കേട്ടതും നമ്മുടെ ഹക്കൂജി ആകെ ഷോക്കായി പോവുകയാണ്. കാരണം അവൻ അത്രയും സ്നേഹിച്ച 2 പേരാണ് മരിച്ചത്. ഒരുപാട് തന്നെ സ്നേഹിച്ച 2 പേർ അവർ തന്നെ വിട്ടു പോയിരിക്കുന്നു. ഹക്കൂജി ആകെ കരയുകയാണ്. അവൻ ആലോചിക്കുകയാണ് അവളെക്കുറിച്ച്. അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളെ ഞാൻ മരിക്കുവോളം പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു. അത് ഞാൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവർ ഫയർ വർക്ക് കാണാൻ പോയത് അവർ ഓർക്കുകയാണ്. കൊയൂക്കിനെ കാണാൻ അന്ന് വളരെ മനോഹരിയായിരുന്നു. ഹക്കൂജി, ഞാൻ ഈ തവണ ഫയർ വർക്ക് കാണാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. എനിക്ക് അടുത്ത വർഷമെങ്കിലും ജീവനുണ്ടോയെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. എന്നെ ഇങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ അമ്മ പോലും മരിച്ചത്. ഇതൊക്കെ ഹക്കൂജിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ കൊയൂക്കി. നീ എൻ്റെ ഫ്യൂച്ചർ കണ്ടു, നീ എന്നെ വിവാഹം കഴിക്കുമെന്ന് ചോദിക്കുകയാണ് നമ്മുടെ കൊയൂക്കി. ഇത് കണ്ടതും അക്കാസ പറയാണ്, അതെ, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് മാറും, എന്നിട്ട് ഞാൻ എല്ലാവരും തോൽപ്പിക്കും, നിന്നെ ഞാൻ മരിക്കുവോളം പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതൊക്കെ വെറും പ്രോമിസ് മാത്രമാണ്. എനിക്കവരെ സഹായിക്കാൻ പറ്റിയില്ല, എനിക്കവരെ സംരക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ ശരിക്കും ഒരു ഫെയിലുവർ ആയിപ്പോയി. ഞാൻ ഞാൻ അവളുടെ മുഖം പോലും മറന്നു. ഞാൻ ഞാൻ ആരുമല്ലാതായിപ്പോയി. ഞാൻ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അവളെ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പക്ഷേ എനിക്ക് അവളെ സംരക്ഷിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് അക്കാസ അവൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ്. കാരണം അവൻ അത്രയ്ക്കും ദേഷ്യവും വിഷമവും ഉണ്ടായിരുന്നു. അന്ന് തന്നെ അക്കാസ ചെയ്തതെന്തെന്ന് വെച്ചാൽ കെഞ്ചുസു ഡോജോയിലുള്ള 67 പേരെ ഒരുമിച്ച് തന്നെ ആ രാത്രി അടിച്ചു കൊല്ലുകയാണ്. കാരണം ഇവരായിരുന്നു നമ്മുടെ ക്യൂക്കിൻ്റെയും നമ്മുടെ കേസോൻ്റെയും മരണത്തിന് കാരണമായത്. അങ്ങനെ അക്കാസൊക്കെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അവരെല്ലാവരും അടിച്ചടിച്ച് കൊല്ലുകയാണ്. എല്ലാവരും അടിച്ചു കൊന്നിട്ട് അവരുടെ മുഖം പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അവനാകെ ബ്രൂട്ടലായിട്ട് കൊല്ലുകയാണ് അവരെല്ലാവരെയും. കൊന്നതിന് ശേഷം അവൻ്റെ മേലാകെ രക്തം കറയാണ്. കാരണം അവൻ തന്നെ അറിയാതെ ഒരു ഡീമനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ അത്രയും സ്നേഹിച്ച അവൻ്റെ മനസ്സിന് ഒരു വെളിച്ചം തന്ന ആളുകളെയായിരുന്നു അവർ കൊന്നുകളഞ്ഞത്. അങ്ങനെ അവൻ ആകെ ബ്രൂട്ടലായിട്ട് ഒരു ഡീമനെ പോലെയായിട്ട് മാറുകയാണ്. അങ്ങനെ അവനൊരു പാലത്തിന് മുകളിൽ നടന്നു പോവുകയാണ്. അപ്പം തന്നെ ലോങ് ഷോട്ടിൽ നിന്ന് ഒരാൾ നടന്നു വരികയാണ്. ഞാൻ ഈ സ്ഥലത്തേക്ക് ഡീമൻസിൽ നിന്ന് അയച്ചിട്ടില്ല ആളുകളെ കൊല്ലാൻ. ഒരു ഹ്യൂമനായി നീ ഇത്രയും പേരെ ഒരുമിച്ച് കൊന്നോ? നീ ആൾ കൊള്ളാലോ, നിന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് കേട്ടതും ഹക്കുജി പറയാണ്, മാറി നിൽക്ക്, എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്, ഞാനാകെ പ്രാന്തി പിടിച്ച അവസ്ഥയിലാണ്. അത് കേട്ടത് നമ്മുടെ മൂസാൻ നേരെ അവനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ മൂസാൻ്റെ കൈ നേരെ ഹക്കൂജിൻ്റെ തലയിൽ കൂടെ കുത്തി ഇറക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ സ്ട്രോങ്ങർ ആയിട്ടുള്ള 12 ഡീമൻസിനെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്,
നിനക്ക് അതിൽ ചേരണോ? എൻ്റെ ബ്ലഡുമായിട്ട് നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇത് കേട്ട് ഹക്കുജി പറയാണ്, ഈ വേൾഡിൽ എനിക്കാരുമില്ല, ഞാൻ ഒന്നിനെയും കെയർ ചെയ്യുന്നില്ല. അങ്ങനെ അദ്ദേഹം എന്നെ ഒരു ഡീമനാക്കി മാറ്റി. ഓർമ്മയില്ലാത്ത, എല്ലാവരും കൊന്നു കൊല വിളിക്കുന്ന ഒരു ഡീമൺ. എനിക്ക് ഓർമ്മകളില്ല, ചിന്തകളില്ല, അവരെ പോലും എനിക്ക് മറന്നുപോയിരുന്നു. പക്ഷേ അവരുടെ മുഖം എനിക്ക് എപ്പോഴും മനസ്സിലുണ്ട്. ഞാൻ അന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ ഇന്നും മരിക്കാതെ നൂറ്റാണ്ടുകളോളം ഒരു ഡീമനായി ഞാൻ ജീവിക്കുന്നു. എല്ലാം അവൾക്ക് വേണ്ടി. എനിക്കിനി ലോകത്ത് സംരക്ഷിക്കാനായിട്ട് ആരും തന്നെയില്ല. ഇതോടുകൂടി ഈ എപ്പിസോഡ് എൻ്റെ ആയിരിക്കുകയാണ്. ഇനി അടുത്തത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അതുവരെ ടാറ്റാ.